ഞങ്ങളങ്ങനെ ഇന്നത്തെ ആവന്റ് അടിപൊളിയാക്കാൻ തുടങ്ങാണേ. Johannes, ja. Ja, Johannes, ja. Deutschland, ja. ശരിക്കും ഇവിടെ വന്നിരിക്കും നാട്ടിലെ ഒരു നമ്മുടെയൊക്കെ മുറ്റത്ത് വന്നിരിക്കണ മാതിരി. അഗസ്റ്റിൻ ഭരണിക്കുളം എന്നൊരു ചേട്ടൻ്റെ വൈഫാണ് സെലിൻ. നിങ്ങളുടെ ഈ വീടും ഈ പരിസരമൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടാണ്. നിങ്ങളിവിടെ ഈ വീട് എടുത്തിട്ട് എത്ര തവണ ചേച്ചി? ഞങ്ങൾക്ക് കണ്ടിട്ട് ഏറ്റവും ഇഷ്ടമായി ഈ പുഴ, പ്രകൃതി ഭംഗി ഇതൊക്കെ കണ്ടുകൊണ്ടാണ്. പിന്നെ ഈ വീടിൻ്റെ അകത്ത് എപ്പോഴും നമുക്ക് വെളിച്ചമുണ്ട്. അതാണ് ഞങ്ങൾ ഒത്തിരി വീടുകൾ കണ്ടു. അവസാനം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇവിടെ സ്വിറ്റ്സർലൻഡിലാണെങ്കിൽ വീടുകൾ പല ടൈപ്പാണ്. ഇപ്പോൾ പുതിയ ടൈപ്പ് വീടുകളും കുറച്ചും കൂടി പഴക്കമുള്ളതും. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു അന്തരീക്ഷവും പിന്നെ അതേപോലെ ഇപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഒരു ബെഡ്റൂമൊക്കെ നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പം അതൊന്നും മിക്കവാറും വീടുകളിൽ കണ്ടെത്തില്ല. ഞങ്ങളുടെ വീടുകളിലൊന്നും അതില്ല. നമുക്ക് ഇച്ചിരി പ്രായമായി കഴിയുമ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ചുകൂടി സൗകര്യം. പിന്നെ മുറികളായാലും നല്ല വലിപ്പവും. ഞങ്ങളെപ്പോഴും ഞങ്ങൾക്ക് ഈ ചേഞ്ച്, ഞങ്ങളിപ്പോൾ സമ്മറിൽ ഞങ്ങൾക്ക് ഇവിടെ, വിൻ്ററിൽ ഞങ്ങൾ ഈ ചെറിയ ശാലയിൽ, പിന്നെ ഞങ്ങൾക്ക് വൈകുന്നേരം ഞങ്ങളുടെ ഭക്ഷണം എപ്പോഴും മുകളിൽ, അങ്ങനെ ഞങ്ങൾക്ക് പല സ്ഥലത്താണ് ഞങ്ങൾക്ക് എപ്പോഴും ചേഞ്ച് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു 2 വീടുണ്ടല്ലോ വേറെ, അതെവിടെയാ ചേച്ചി? അതിന്റെ ഒരു വീഡിയോ നമ്മൾ അതും അടിപൊളിയാണ്. അതിപ്പോ ഒരെണ്ണം വാടകയ്ക്ക് ഞങ്ങള് വാടകയ്ക്ക് കൊടുത്തു. ഒരെണ്ണം ഞങ്ങള് ഇടയ്ക്ക് ചെന്ന് താമസിക്കും. പിന്നെ ഇടയ്ക്ക് ആൾക്കാര് ഇപ്പൊ അവിടെ ആളുണ്ട് 2 ആഴ്ചക്ക്. അപ്പൊ ചേച്ചിക്ക് ഈ വീടും പരിസരങ്ങളും ഇഷ്ടമായതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം പുള്ളിക്കാരത്തി നല്ലൊരു എഴുത്തുകാരിയാണ്, കവിയത്രിയാണ്, അതേപോലെ ഒരു ഇത് നന്നായിട്ട് പാടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു ശാന്തമായ ഒരു പ്രകൃതിയാണ് ഇവിടെ ഉള്ളത്. തൊട്ടടുത്ത് കളകളമൊഴുകുന്ന പുഴയും അതിനോടനുബന്ധിച്ചുള്ള ചെറിയ ഗാർഡനും ഇതേപോലെ ചേഞ്ച് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഞങ്ങളുടെ വീട്ടിൽ പാറക്കടവിൽ ഞങ്ങൾക്ക് അവിടെ ഒരു പുഴയുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് ഒരു പുഴ. നിങ്ങൾക്ക് ഇവിടെ നടക്കാൻ നല്ല ഏരിയ. അയ്യോ, ഇവിടുന്ന് ഞങ്ങൾ എത്ര കിലോമീറ്റർ ആയി നടക്കാനെന്ന് പറയും. ഞാൻ ഡെയിലി 1 മണിക്കൂർ നടക്കും. 1 മണിക്കൂർ 45 മിനിറ്റ് ഡെയിലി. അതിൽ ഞാൻ തന്നെ നടക്കും. എനിക്ക് ഇങ്ങനെ ഈ പുഴയുടെ തീരത്തോടെ നടക്കാൻ ഇഷ്ടം. ഈ വശത്തോടെ പോയിട്ട് മറ്റേ വശത്തോടെ വന്ന് പിന്നെ കുറേ മലകളിലേക്കും പോവാ. ഇവിടുന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നാളെ കൊണ്ടുപോകാം. ഈ സ്ഥലത്തിന് ശരിക്കും എന്തോ പറയുന്നത്? മാർലി. നമ്മുടെ ഇവരില്ലേ റോമൻ സോൾജിയറിന്റെ പേരാണ് ഈ മാർലി എന്നുള്ള. ഞാൻ വിചാരിച്ചു എന്നുള്ള പേരിൽ നിന്ന് ലോപിച്ചു വന്നാണ് മാർലി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മാർലി എന്ന് പറയും പെട്ടെന്ന് ഒരു പെണ്ണിന്റെ പേരായിട്ട്. അഗസ്റ്റിൻ ഇവിടെ താഴെ ഒരു റൂമുണ്ട്, കിച്ചണൊക്കെ ആയിട്ട്. അവിടെ ഇവർക്ക് ഒത്തിരി മുറികളാണ്. അപ്പൊ ആ ഏറ്റവും താഴെയുള്ള മുറിയാണ് ഇവര് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് പുള്ളി താമസിക്കുന്നത്. ഇന്നത്തെ ബാർബക്യൂ മാസ്റ്റർ യോഹാനസ് എന്നാണ് പേര്. ജർമ്മനിലെ മാൻഹൈമിലാണ്. അപ്പോൾ ഇനി ഞങ്ങൾ വീഡിയോ ഒക്കെ നിർത്തിയിട്ട് പതുക്കെ ഭക്ഷണത്തിലേക്ക് തുടങ്ങാൻ പോവുകയാണ്. ചിക്കൻ സോസേജ് എല്ലാം കൂടി മിക്സ്ഡ് ആണത്.
അതുപോലെ പൊട്ടാറ്റോ സലാഡുണ്ട്. ചേച്ചിയുടെ പ്രിപ്പറേഷൻ ഉണ്ടോ? വലിയ ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. കണ്ടാൽ തന്നെ ആൾസോ ഗുഡ് ആപ്പിറ്റേറ്റ്. അന്ന് ഞാൻ പതുക്കെ ക്യാമറ ഓഫ് ചെയ്യാണ്, ഭക്ഷണം കഴിക്കുകയാണ്. സലി